അപ്പോൾ വീണ്ടും ഒരു ഫൈനൽ കൂടി അൽ നാസർ പൊട്ടിയിരിക്കുകയാണ്. ജാപ്പാനീസ് ടീമായിട്ടുള്ള ഒസാക്കയോടാണ് അൽ നാസർ പൊട്ടിയിരിക്കുന്നത്, എതിരില്ലാത്ത ഒരു ഗോളിന്. ഈ മത്സരം ഏറ്റവും നന്നായിട്ട് കളിച്ചത് അൽ നാസറായിരുന്നു. അൽ നാസർ 20 ഷൂട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കിഡിലിനായിട്ട് കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാവ് ഫിലിപ്സിന്റെ ഒരു ഷൂട്ട് പോസ്റ്റ് കെട്ടിപ്പോന്നല്ല നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഒസാക്കയെ സംബന്ധിച്ച് അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അവര് ഒരു ഗോൾ അടിക്കുക, അതിലങ്ങ് കടിച്ചു കടന്ന് കളി ജയിക്കുക, ആ ഒരു ലക്ഷ്യമായിട്ടായിരുന്നു അവർ വന്നിരുന്നത്. അവരത് അതുപോലെ തന്നെ ചെയ്തു, ജയിച്ചു. ഈ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അൽ നാസർ എന്ന് പറയുന്ന ടീം ഫോറിൻ പ്ലേയേഴ്സിന് വേണ്ടി വലിയ രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കിടിലം പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നന്നായിട്ട് കളിക്കുന്നുമുണ്ട്. എന്നാൽ അവരുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ്, അവിടെയാണ് അവരിനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി. ഈ ഒസാക്ക എന്ന് പറയുന്നത് ജപ്പാനീസ് ടീമാണ്. ജപ്പാൻ പോയിന്റ് ടേബിളിൽ അവർ 3-ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ്, അവരുടെ ജാപ്പാനീസ് പ്ലേയേഴ്സിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഈ മാച്ച് കണ്ടവർക്കറിയാം. അവർ ബോൾ ഹോൾഡ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന പാസ് ആയാലും ശരി, അവർ വേറെ ലെവലിൽ കളിക്കുന്നുണ്ട്. അവരുടെ ടാക്കിളുകൾ വേറെ ലെവലാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് നോക്കുന്ന സമയത്ത് അൽ നാസറിന്റെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ ഗെയിം തന്നെ വെറും ബെസ്റ്റാണ്. അവരുടെ പക്ഷേ ഫോറിൻ പ്ലേയേഴ്സ്, അൽ നാസറിന്റെ ഡിഫൻസിലും മിഡിലൊക്കെ കളിക്കുന്ന ഫോറിൻ പ്ലേയേഴ്സ് കിടിലം കളി കളിക്കുന്നുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇപ്പോഴും അത്ര മികച്ച ഒന്നുമല്ല. പിന്നെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് 2-ന്റെ ഫൈനലായിരുന്നു ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അടുത്ത മത്സരം ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൗദി ലീഗ് നേടാൻ പറ്റും. അടുത്ത മത്സരം സൗദി ലീഗിൽ റെലഗേഷൻ സോണിലുള്ള ഒരു ടീമിനെതിരെയാണ്. 15-ാം സ്ഥാനത്തുള്ള ഒരു ടീമിനെതിരെയാണ് അടുത്ത മത്സരം. അത് ജയിച്ചു കഴിഞ്ഞാൽ സൗദി ലീഗ് സ്വന്തമാക്കാൻ പറ്റും. ഒരുപക്ഷെ അത് സമനില ആക്കിയാൽ പോലും സൗദി ലീഗ് നേടാൻ പറ്റും എന്ന കണ്ടീഷനിലാണ്. എന്തായാലും ഈ ഒരു കപ്പ് പോയി സൗദി ലീഗ് നേടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യും.